ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏത് മീറ്റിംഗിലാ പൃഥ്വി പാർട്ടി ബാൻഡ് കെട്ടിത്തരുന്നത്? അത് നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? നമസ്കാരം ജോത്സരെ. എന്തൊക്കെയുണ്ട് ജോത്സരെ വിശേഷം? എല്ലാം നന്നായി പോകുന്നു. ഇവിടുത്തെ പൃഥ്വി സാറിന്റെ ജാതകം നോക്കാൻ തന്നിരുന്നു. ഓ, അന്ന് ഞാൻ സംസാരിച്ച പെൺകുട്ടിയുടെ ജാതകമായി നല്ല പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ഇവിടത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോ അവരത്ര സാമ്പത്തിക ശേഷി ഉള്ളവരല്ല. അത് കാര്യാക്കണ്ട. ആ, പണമല്ല നമുക്ക് പ്രധാനം. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും സ്വഭാവ ഗുണവും മാത്രം നോക്കിയാ മതി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൃഥ്വി സാറിന് യോജിച്ച കുട്ടി തന്നെയാ. എങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവാം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. പോയിട്ട് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. നമസ്കാരം. ശരി എന്നാ. എന്നാ ശരി. വിവാഹമൊക്കെ എങ്ങനെ എടുപിടിന്ന് ആലോചിച്ചാൽ ശരിയാവോ? ഇതങ്ങനെ പെട്ടെന്നുള്ളൊരു ആലോചനയൊന്നും അല്ല ചെറിയമ്മേ. ആ പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ അന്വേഷിച്ചതാ. ജാതകപ്പൊരുത്തം കൂടി അറിയാനുണ്ടായിരുന്നുള്ളൂ. അത് ചേർന്ന സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. നല്ലൊരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്നാലേ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി ഒരുവിധം ഒന്ന് റെസ്പോൺസിബിൾ ആവും. നമുക്കിതങ്ങ് നടത്താം. പൂർണിമ എല്ലാം അന്വേഷിച്ചെങ്കിൽ പിന്നെ ആലോചിക്കാൻ ഒന്നുമില്ല. നമുക്ക് ഇതങ്ങ് നടത്താം. പൂർണിമ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ മോന്റെ കല്യാണം തീരുമാനിക്കാൻ അവൾ ആരാ? അതിനിവിടെ ഞാനും അവന്റെ അച്ഛനൊക്കെ ജീവിച്ചിരിപ്പില്ലേ? എടതി, പൃഥ്വിയുടെ നന്മയല്ലേ പൂർണിമ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ അവള് കൊണ്ടുവന്ന ഈ ആലോചന നല്ലതായിരിക്കുമെന്നേ. അങ്ങനെയാണെങ്കിൽ അതൊരഭിപ്രായമായിട്ടോ ആലോചനയായിട്ടോ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പൂർണിമ ഇത് തീരുമാനമായിട്ടല്ലേ പറഞ്ഞത്? ഏട്ടത്തി, അതെങ്ങനെ ശരിയാവും? ഏട്ടത്തി പറഞ്ഞ പോലെ അവന്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മോന്റെ വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ലേ? ജാതക ചേർച്ചയുള്ള നല്ലൊരു ആലോചന വന്നപ്പോ പൂർണിമ നടത്താന്ന് പറഞ്ഞായിട്ട് കരുതിയാ മതി. എന്തൊക്കെയായാലും ഫൈനൽ ഡിസിഷൻ ആരുടെയാ? പൃഥ്വിയുടെ തന്നെയല്ലേ? അതെ, ആ, തീരുമാനം അവൻ തന്നെ എടുക്കണം. ആ, പൂർണിമ എല്ലാം കയറി ഉറപ്പിക്കുന്നതിന് മുമ്പ് അവനിങ്ങ് വന്നാ മതിയായിരുന്നു. ഏട്ടത്തി അവനെ വിളിച്ചില്ലേ? വിളിച്ചാൽ കിട്ടണ്ടേ? എടതി ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. ഹലോ അമ്മേ. നീ ഇത് എവിടെയാ മോനെ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. അത് ഞാൻ നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. പൂർണിമതേ ഇവിടെ നിന്നെ കാണാതെ തിരക്കുന്നുണ്ട്. വന്നോളാം അമ്മേ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ വേഗം വരണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നവും. ഞാൻ ഇത്തിരി തിരക്കിലാണമ്മേ. ഞാൻ പറയുന്നെന്താ നിനക്ക് മനസ്സിലാവാത്തത്? നിനക്കെന്നെ ഇനിയും ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എന്താ അമ്മേ പ്രശ്നം? ഇന്ന് ഇവിടെ പൂജ നടത്തുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അത് മറന്നോ? പൂർണിമ ഇവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. നീ വേഗം വന്നില്ലെങ്കിൽ ശരിയാവില്ല. ശരി, ഞാൻ വന്നോളാം. അമ്മ ബാൽക്കണിയുടെ വാതിൽ തുറന്നിട്ടേക്ക്. ഞാൻ മുറിയിലുണ്ടെന്ന രീതിയിൽ ചേച്ചിയോട് സംസാരിച്ചാൽ മതി. ശരി ശരി എന്നാ, ബൈ. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ അനുഗ്രഹം മോൾക്ക് വേണ്ടുവോളം ഉണ്ടാവും. ഇനി എല്ലാവരും പ്രസാദം വാങ്ങിക്കോളൂ. പൃഥ്വി എന്താ ഇതുവരെ വരാത്തത്? ഞാൻ ഇവിടെ ഉണ്ടേ. പല്ലവി, അതിങ്ങെടുക്ക്. പ്രസാദം വാങ്ങിക്കോളൂ. ചേച്ചി
തിരുമേനി രക്ഷിക്കണേ ദൈവങ്ങളെ. ദാ. അപ്പൊ ഞാൻ ഇറങ്ങാം. ശരി. വരട്ടെ. പൃഥ്വി, ആ നീ ഇതുവരെ എവിടെയായിരുന്നു പൃഥ്വി? ഞാൻ മുറിയിൽ ഇറങ്ങി വരാൻ ഇത്ര താമസം എന്താ? അത് പിന്നെ ചേച്ചി ഞാൻ നിന്റെ ന്യായീകരണമൊന്നും വേണ്ട. ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ മുന്നിൽ നിൽക്കേണ്ടത് നീയാ. ചേച്ചി ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എത്താൻ കുറച്ച് താമസിച്ചു പോയി. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഏത് മീറ്റിംഗിലാ പൃഥ്വി പാർട്ടി ബാൻഡ് കെട്ടിത്തരുന്നത്? അത് നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? നിന്നെ എവിടെ? നിന്റെ കള്ളത്തരവും തരികിടയൊന്നും ഇനി വേണ്ട. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പൃഥ്വിയുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അത് കല്യാണോ? എനിക്കിപ്പോ കല്യാണം വേണ്ട ചേച്ചി. അതിനുള്ള സമയമാകുമ്പോ ഞാൻ പറയാം. തൽക്കാലം നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അല്ല ചേച്ചി, അത് നീ ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അച്ഛാ നമ്മളെ ഹലോ, നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത് നോക്കുന്നേ? അകത്തേക്ക് പോ. ഹലോ, ഹലോ, ആരേത്? എന്റെ പേര് പൂർണിമ. ഒരു വിവാഹാലോചനയുടെ കാര്യം സംസാരിക്കാനാ വിളിച്ചത്. വിവാഹാലോചനയോ? ആർക്ക്? ഞാൻ സംസാരിക്കുന്നത് വസുമതി ആന്റിയോടല്ലേ? അതെ. മകൾ അഷിതയുടെ ജാതകം ജോൽസിന്റെയിൽ കൊടുത്തിരുന്നില്ലേ? അവിടുന്ന് ഞങ്ങൾക്ക് അഷിതയുടെ വിവരങ്ങൾ കിട്ടിയതും ആന്റിയുടെ നമ്പർ കിട്ടിയതും. അഷിതയ്ക്ക് വേണ്ടിയുള്ള ആലോചനയാണോ? അതെ. അതിപ്പോ ആരാ എന്താന്നൊക്കെ അറിയണ്ടേ? വേണം. ഞങ്ങളുടെ വീട്ടുപേര് ഇന്ദ്രപ്രസ്ഥം എന്നാ. ഞങ്ങൾ മീഡിയ എന്റർടൈൻമെന്റ് ബിസിനസ്സാ ചെയ്യുന്നത്. ഇന്ദ്ര TV എന്ന് കേട്ടിട്ടില്ലേ? ആ, കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെയാ. എന്റെ ചെറിയച്ഛന്റെ മകൻ പൃഥ്വിക്ക് വേണ്ടി ആലോചന. ഹലോ. ഹലോ, അതെ, വിളിച്ച നമ്പറൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ? അല്ല. അതെ, ഞങ്ങളത്ര സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരൊന്നും അല്ല. അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസവും സ്വഭാവ ഗുണവുമുള്ള ഒരു പെൺകുട്ടിയെയാ. ആണല്ലേ? അതെല്ലാം അഷിതയ്ക്കുണ്ടെന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു കോള് വന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ വിവാഹം നടന്നാല് അതെന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. നമുക്കെല്ലാവർക്കും നേരിൽ കാണാനും സംസാരിക്കാനും പറ്റിയ ഒരു അവസരം ഉടനെ ഉണ്ടാക്കാം. അതിനുശേഷം എല്ലാം തീരുമാനിക്കാം. ശരി, അങ്ങനെ ചെയ്യാം. ഓക്കെ എന്നാ. ഓക്കെ. ഓ, എന്റെ ദൈവമേ.